എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കൊറോസാണ്. നെയ്പ്പത്തിനും ടയർ പത്തിനുമൊക്കെ കൂട്ടിക്കഴിച്ചാൽ ഇത് പ്ലേറ്റ് കാലിയാകുന്നത് നമ്മൾ അറിയില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ മുട്ടക്കൊറോസിന്. ഞങ്ങൾ ഇറച്ചിയൊക്കെ കൂട്ടിക്കഴിക്കുന്നതിലൊക്കെ ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയാൽ ഇറച്ചിയൊക്കെ കൂടുതൽ പത്തിലും നെയ്പ്പത്തിലെല്ലാം തീരാറ് ഇത് കൂട്ടിക്കഴിക്കുമ്പോഴാണ്. ഇനി നമുക്ക് എല്ലായ്പ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 2 ഉള്ളിയാണ് എടുത്തത്. അത് ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ചാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങളിപ്പോൾ എത്രയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടിയും. ഇനി നമ്മൾ പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൽ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളകാണ് എടുത്തത്. അത് കാരണം ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരേണ്ടത്. എന്നാലാണ് ഇതിന് ടേസ്റ്റ് കിട്ടും. പച്ചമുളക് അധികം ഇട്ടാൽ പിന്നെ എരിവ് കൂടിപ്പോവും. അതുകൊണ്ട് പച്ചമുളക് ഒന്നാണ് ഇട്ടിട്ടുള്ളൂ. കുരുമുളകാണ് കൂടുതൽ വേണ്ടത്. അതിൻ്റെ ടേസ്റ്റാണ് വേണ്ടത്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ചെറുതായി ഇങ്ങനെയാണ് ഈ മുട്ടക്കൊറോസിന് ഉള്ളി അരിയേണ്ടത്. അതുകൊണ്ടാണ് ചെറുതായി അരിഞ്ഞ് വെച്ച്, നീളത്തിലല്ല അരിയേണ്ടത്. ഇങ്ങനെ തറച്ചിട്ടാണ് അരിഞ്ഞിടേണ്ടത് പൊടിയായിട്ട്. ഇത് നമുക്കിനി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടാൽ വേഗം വാടി കിട്ടും. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വാടിക്കിട്ടും ചെറുതായി അരിഞ്ഞത് കൊണ്ട്. 2 മീഡിയം സൈസ് ഉള്ളിയും 1 പച്ചമുളകുമാണ് എടുത്തത്. ഒരു ചെറിയ തക്കാളി. ഇത് വാടി വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ, അതിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ച ചുവപ്പൊക്കെ മാറി വരുമ്പോഴേക്കും ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. അല്ലെ എരിവ് കൂടിപ്പോൾ. അതൊരല്പമാണ് ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഇപ്പോൾ മണം തന്നെ നിങ്ങൾക്ക് അറിയാം. നല്ല വാസനയാണ്. വാസനിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്കൊരു ടേസ്റ്റുള്ള വാസനയാണ് വരുന്നത്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം ചെറുതായി പൊടിയായി അരിഞ്ഞു വെക്കണം. ഇതൊന്ന് നമുക്ക് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി അടിഞ്ഞു വരും. നമുക്കൊന്ന് ഇതിനെക്കൊണ്ട് കുത്തി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എത്ര ആളുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അതുപോലെ തന്നെ മുട്ടയും. നമുക്കിതെല്ലാം വാടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് നീക്കിയിട്ട് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. എല്ലാ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ചിക്കിയെടുക്കാം. നല്ലൊരു വാസനയുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും, പത്തിലിൻ്റെയും നെയ്പ്പത്തിൻ്റെയൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിങ്ങനെ ചിക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്നൊരു 5 ഇതും അരിഞ്ഞിടുന്ന സമയമാണ് വേണ്ടു നമുക്ക്.
പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം അരിഞ്ഞ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ചിക്കി എല്ലാം നമ്മുടെ മുട്ട കൊറോസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് പണിയുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. അതിനെപ്പറ്റി അഭിപ്രായം അറിയിക്കണം. ഇനി നമുക്ക് വേറൊരു പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ.